ഹായ്. ഇന്ന് അതിസുന്ദരമായ പ്രഭാതമാണിവിടെ. ഇളം വെയിലും തണുത്ത കാറ്റും നല്ല കാലാവസ്ഥയാണിവിടെ. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ കാണിച്ചു തരാം. രാവിലെ ചിക്കൻ റാപ്പായിരുന്നു ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന്. അത് മോന് സ്കൂളിൽ കൊണ്ടുപോയി. പിന്നെ ചിക്കൻ റാപ്പ് അത് കാരണം തീർന്നു. പിന്നെ നമുക്ക് ഉള്ളത് ബ്രെഡാണ്. ഈ ബ്രെഡ് നല്ല മധുരമുള്ള ബ്രെഡാണ്. ഈ ബ്രെഡ് പിന്നെ മധുരമില്ലാത്ത ബ്രെഡും ഉണ്ട്. കണ്ടോ. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ കൂടെ ഇത് പോർക്ക് തോരൻ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. പോർക്ക് തോരൻ. പോർക്ക് തോരനാണ്. പിന്നെ ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ ഇത് ചാളമീൻ തേങ്ങ അരച്ച് കറി വെച്ചതാണ്. പിന്നെ സ്പെഷ്യലായിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇലസദ്യ സാമ്പാർ കറി പൗഡർ കൊണ്ട് ഉണ്ടാക്കിയ സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിന്. പിന്നെ ഇത് കൂണ് വറുത്തരച്ച് വെച്ചതാണ്. പിന്നെ ഇത് പൊട്ടറ്റോയും ക്യാരറ്റും കൂടി മെഴുക്ക് പുരട്ടിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വാട്ടർ മെലൻ്റെ ജ്യൂസാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവം. പാചകം എന്താ പറയുക, എനിക്ക് ഭയങ്കര ക്രേസാണ് പാചകം. ഒന്നും ചെയ്യണ്ടെന്ന് കരുതും, പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നിപ്പോവും. വിവിധ തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ തോന്നിപ്പോവും. അപ്പോൾ എൻ്റെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അതാണ് എനിക്കിഷ്ടം. എനിക്ക് ഇവിടുത്തെ ചിക്കൻ റാപ്പോ അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കണേ. ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ തന്നെയും നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം എന്താ പറയുക, കുറേ 2 ദിവസം ഫ്രിഡ്ജിൽ നിന്നിട്ട് പിന്നെ അത് വേസ്റ്റ് ബോക്സിലേക്ക് പോകും. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് ഉണ്ടാക്കാനും മറ്റുള്ളവരെ ഫുഡ് കഴിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്താ പറയുക എൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ.